ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ വെച്ചാൽ ഡേ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ എണീറ്റിന് കുറേ നേരമായി. ഇപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നമുക്ക് ഡേ മൈ ലൈഫ് വീഡിയോ ചെയ്തേക്കാറ്. അപ്പോൾ നമുക്ക് സംസാരിച്ചിരുന്ന സമയം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് എണീറ്റപ്പോൾ പൂച്ച എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെ പെരക്കാവും ഹാളൊക്കെ ഒന്ന് നേരെയാക്കി കേട്ടോ. ഞാൻ എണീക്കുമ്പോൾ തന്നെ ബെഡും എല്ലായിടം ക്ലീൻ ആക്കിയിട്ടാണ് എണീക്കുള്ളൂ. പിന്നെ ഞാൻ പെര അടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോട്ടോനെ കുറേ നേരമായിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമില്ല, അതിൻ്റെ പൊക്കത്തിരിക്കുന്ന മീൻകുഞ്ഞിനെ കണ്ടിട്ട് തന്നെയാണ് അവളുടെ പരിപാടി ഫുള്ളും. കുറച്ച് നേരം പൂച്ചക്കുഞ്ഞൊക്കെ ആയിട്ട് കളിച്ചു. പെരയടിക്കാൻ നേരത്തെ എപ്പോഴും പുള്ളിക്കാരി വന്ന് ചൂല കയറി പിടിക്കും. അങ്ങനെ പെരയൊക്കെ അടിച്ചിട്ട് പിന്നെ അമ്മ പോകുന്ന നേരത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒതുക്കി പറക്കി കേട്ടോ. അപ്പോൾ അടുക്കള ക്ലീനാക്കി. പിന്നെ അതൊക്കെ കഴുകാനുണ്ടായിരുന്നു, കുറച്ച് പാത്രം കഴുകി. പിന്നെ രാവിലത്തെ കാപ്പി ദോശയായിരുന്നു കേട്ടോ. ദോശയൊക്കെ ചുട്ട് രാവിലെ കഴിച്ചു. തലേദിവസം നല്ല മഴയായതുകൊണ്ട് തന്നെ മുറ്റത്ത് ചെളിയായിട്ടുണ്ടായിരുന്നു, അതൊന്ന് കഴുകി തുടച്ചു. പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് തുണി അലക്കി. തലേദിവസത്തെ വെള്ളം ആയതുകൊണ്ട് ആ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് വേറെ വെള്ളം പിടിച്ച് അലക്കി. പിന്നെ അച്ഛൻ പറഞ്ഞ് തൊടുപുഴ വരെ പോകണമെന്ന്. തൊടുപുഴ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ബസ് ഇല്ലായിരുന്നു. കുറേ നേരം 1-2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ടാട്ടെ വീട്ടിൽ എത്തി. ഒക്കെയായിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്നു പച്ചക്കറി കൈയോടെ തന്നെ എടുത്ത് അരിഞ്ഞു വെച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പം എൻ്റെ അമ്മയ്ക്ക് പാടാകൊണ്ട് തന്നെ ഞാൻ അരിഞ്ഞു വെച്ചു കേട്ടോ. കൊണ്ടുവന്ന് പിന്നെ ഇരുന്ന മടിയാവുകൊണ്ട് തന്നെ മടുത്ത വന്ന് കൈയോടെ തന്നെ അരിഞ്ഞു വെച്ചേക്കാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ റെസ്റ്റ് എടുത്താൽ പിന്നെ അവിടെ ഇരുന്ന് പോവും. അതുകൊണ്ട് ഞാൻ പച്ചക്കറി അരിഞ്ഞു. അരിയണേൻ്റെ സ്റ്റൈലൊന്നും നോക്കുകയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കേട്ടോ. കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചു. ചോറും കഴിച്ച് നേരത്തെ കിടന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.